ഒരു പക്ക അറേഞ്ച്ഡ് മാരേജ്. രചന ഷാന റിസ്വാൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സിയം നൂഞ്ഞേരി. ഫെബിക്ക പേടിച്ചു പോയ ആദിയുടെ അത്രങ്ങൾ വിറകുണ്ട്. ആളവന്റെ ഷർട്ടിൽ മുറുക്കെ പിടിച്ചു. ഇല്ലടി, ഒന്ന് സ്ലിപ്പായി, അത്രേ ഉള്ളൂ പറഞ്ഞുകൊണ്ടാണ് അവളെയും ചേർത്ത് പിടിച്ച് കരയിലേക്ക് കയറി. നനഞ്ഞു കുതിർന്നതിന്റെ കൂടെ ഇളങ്കാറ്റിന്റെ തഴകളും ചേർന്നപ്പോൾ അവരുടെ ശരീരം ഒന്നുകൂടി വിറകുണ്ട്. അവളൊന്നുകൂടി അവനിലേക്ക് പതുങ്ങി. തന്നെ നെഞ്ചിലേക്ക് പൂഴ്ത്തി വെച്ച അവളുടെ മുഖം ഇരുകൈകളാൽ കോരിയെടുത്തവൻ ആ മിഴികളിലേക്ക് കണ്ണു നട്ടു. തണുക്കുന്നുണ്ടോ? അതേന്ന് അവൾ തലയനക്കിയതും അവന്റെ ആദരങ്ങൾ അവിടെ വിറയാർന്ന ചുണ്ടുകളിലേക്ക് അമർന്നത് ഒരുമിച്ചായിരുന്നു. ഒരു ചിത്രശലഭത്തെ പോലെ മതിവരുവോളം അവൻ അതിൽ നിന്നും തേൻ നുകർന്നുകൊണ്ടേയിരുന്നു. പൂനില ഉദിച്ചു നിൽക്കുന്ന രാത്രിയിൽ താരങ്ങളെ സാക്ഷിയാക്കി അവരുടെ പ്രണയ നിമിഷങ്ങൾ കടന്നുപോയി. സമയം നീങ്ങിക്കൊണ്ടിരുന്നു. ഇനിയും പറഞ്ഞു തീരാത്ത വിശേഷങ്ങളാൽ ആകാശത്തിന്റെ ഭംഗി നോക്കി അവരാ പാറക്കൂട്ടങ്ങൾക്ക് മുകളിൽ മലർന്നു കിടക്കുകയാണ്. തോരാതെയുള്ള അവളുടെ കലപിലെ സംസാരങ്ങൾ ഓരോന്ന് ഇഷ്ടത്തോടെ അവൻ ആസ്വദിച്ചു. കാറ്റ് തട്ടി തട്ടി കുറച്ചൊക്കെ വസ്ത്രമുണങ്ങിയതും ഇനി വീട്ടിലേക്ക് മടങ്ങാമെന്ന് അവർ തീരുമാനിച്ചു. അവിടെ വിട്ടു പോകാനൊട്ടും മനസ്സുണ്ടായിരുന്നില്ലെങ്കിലും സമയം പുലർച്ചയോടെടുത്തവും സംസാരം മതിയാക്കി എഴുന്നേറ്റ് വണ്ടിക്കരികിലേക്ക് നടന്നു. അവസാനമായി ഒന്നുകൂടി അവിടെ ആ കണ്ണോടിച്ച് ആ മനോഹാരിത മനസ്സിലേക്ക് ഒപ്പിയെടുത്തു. പഴയതുപോലെ തന്നെയാണ് തിരികെ വീട്ടിലേക്ക് എത്തിയപ്പോഴും. ശാന്തമായ അന്തരീക്ഷം. ഡോർ തുറന്ന് അകത്തേക്ക് കയറിയവർ ബെഡ്റൂമിലേക്ക് നടന്നു. ഒന്ന് ഫ്രഷായി ഇറങ്ങിയപ്പോഴേക്കും സുബി ബാങ്കും വിളിച്ചിരുന്നു. നിസ്കാരം കൂടി കഴിഞ്ഞ് ഒറ്റ മറിച്ചിലായിരുന്നു ബെഡിലേക്ക്. കിടന്നതേ ഓർമ്മയുള്ളൂ. മിഴികൾ കൂമ്പിയടഞ്ഞ് രണ്ടുപേരും ഉറക്കത്തിലേക്ക് വഴുതി വീണു. മണിക്കൂറുകൾ പിന്നിട്ടാണ് ആദ്യ കണ്ണുകൾ തുറക്കുന്നത്. നന്നായി വെളിച്ചം വെച്ചിട്ടുണ്ട്. ഫെബിയോ അരികിലില്ല. എപ്പോഴാണ് എഴുന്നേറ്റ് പോയതെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല. തലക്ക് നല്ല പെരുപ്പ്. സ്ട്രോങ് ആയിട്ട് ഒരു കട്ടൻ കുടിക്കണമെന്ന ചിന്തയിൽ അവൾ എഴുന്നേറ്റ് പോയി ഫ്രഷായി വന്നു. പാതിചാരിയ റൂമിന്റെ ഡോർ തുറന്ന് പുറത്തിറങ്ങിയതും അപ്രതീക്ഷിതമായി മുന്നിൽ റെയ്ഹാനെ കണ്ട് അവളൊന്ന് ഞെട്ടി. എന്ത് ചെയ്യണമെന്നറിയാതെ അവന് നിന്ന് പരിങ്ങി. അതിന് ഞാൻ ഫോണിന് റേഞ്ച് ഇട്ട വന്നപ്പോൾ വെറുതെ ഇതിലൂടെ വാക്കിൽ കിട്ടാതെ അവൻ നന്നായി ബുദ്ധിമുട്ടി. എന്തോ മിസ്റ്റേക്ക് തോന്നി ആദ്യം ഒന്ന് ചിരിച്ചെന്ന് വരുത്തി അവളും താഴേക്ക് നടന്നു. ആമളി പറ്റിയ പോലെ റെയ്യാൻ നെറ്റിൽ കൈയടിച്ചു. സ്റ്റെയർ ഇറങ്ങുന്നതിന്റെ വെറുതെ ആദ്യയുടെ നോട്ടൊന്ന് പുറകിലേക്ക് പോയി. ഫെബിക്ക് ഇറങ്ങിയപ്പോൾ വാതിൽ പാതി ചാരിയിട്ടുള്ളായിരുന്നു. റൂമിന് മുന്നിൽ വന്നിന്ന് റെയ്യാൻ എന്ത് ചെയ്തായിരിക്കും? ആദിയുടെ ഉള്ളിൽ അകാരണമായ ഒരു ഭയം വന്ന് നിറഞ്ഞു. അവളുടെ ചിന്തകൾ പല വഴിക്ക് പാഞ്ഞു. റെയ്യാന്റെ നോട്ടത്തിലോ പെരുമാറ്റത്തിലോ എവിടെ ഇതൊരു മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടില്ല. അവന്റെ ഉള്ളിൽ ഇനി വേണ്ടാത്ത വല്ലതും അതൊന്നും ആയിരിക്കില്ല. അവൻ പറഞ്ഞ പോലെ ഫോൺ ശരിയാക്കാൻ അതുവഴി പോയതായിരിക്കും. മനസ്സിലേക്ക് ഓടിയെത്തിയ അനാവശ്യ ചിന്തകൾ ആട്ടിപ്പായിച്ചുകൊണ്ടവൾ സ്വയം ആശ്വാസം കണ്ടെത്താൻ ശ്രമിച്ചു. ഉമ്മ വിളിച്ചുകൊണ്ടവൾ കിച്ചണിലേക്ക് കയറി. ആ വിളി കേട്ടെങ്കിലും ഉമ്മ അവൾക്ക് മൈൻഡ് കൊടുത്തില്ല. മുഖം വീർപ്പിച്ച് ചെയ്യുന്ന ജോലി തുടർന്നുകൊണ്ടിരുന്നു. ഉമ്മ ഇനി കേട്ടില്ലായിരിക്കും എന്ന ചിന്തയിൽ ഒന്നുകൂടി വിളിച്ചു നോക്കി. എന്തേ? കടുപ്പത്തിൽ അവരുടെ ചോദ്യം അവളുടെ വായടപ്പിച്ചു. ഇതുവരെ കാണാത്തൊരു ഭാവം ഉമ്മയുടെ മുഖത്ത് തെളിഞ്ഞതും ആദിയുടെ ഉള്ളിൽ പേടിയും സങ്കടവും ഒരുപോലെ നിറഞ്ഞു. ഉമ്മ അത് ഞാൻ കട്ടൻ ചായ കുടിക്കാൻ. അവളുടെ ശബ്ദം താഴ്ന്നു. ഇങ്ങനെയാണോ കെട്ടിച്ചു വിട്ട പെൺകുട്ടിയോള്? സമയം എത്രയായി നിന്റെ വിചാരം? നേരത്തും കാലത്ത് എഴുന്നേറ്റ് അടുക്കളയിലേക്ക് വരണം എന്നറിയില്ല നിനക്ക്? ഉമ്മ അവളോട് ഒച്ചയെടുത്തു. അവളുടെ മിഴികൾ നിറഞ്ഞു കുളുമ്പി. അടുക്കള സ്ലാബിൽ ചാരിയുന്ന പച്ചക്കറി അരിയായിരുന്ന സോന ഇതെല്ലാം കണ്ട് ആദ്യമൊന്ന് അന്തിച്ചെങ്കിലും എന്തിനോ അവളുടെ ഉള്ളം തണുത്തു. ഒരാളെങ്കിലും ആദിയോട് അങ്ങനെ പെരുമാറിയതിൽ അവൾക്ക് വല്ലാത്ത സന്തോഷം തോന്നി. സെറ്റിൽ നിന്ന് ന്യൂസ് പേപ്പർ നോക്കുമ്പോഴാണ് ആദ്യ ധൃതിയിൽ കോണിപ്പടികൾ ഓടിക്കയറുന്ന അവൻ കാണുന്നത്. പേപ്പർ മാറ്റിവെച്ച് അവനവൾക്ക് പുറകിലായി ചെന്നു. റൂമിലേക്ക് കയറിയതും അവളുണ്ട് ബെഡിൽ നിന്ന് മിഴിനീർ തുടക്കുന്നു. ഡീ എന്തു പറ്റി? അവളുടെ അരികിലേക്ക് ചെന്നതിനും ചോദിക്കുമ്പോൾ ചെറിയ ടെൻഷൻ അവനിലും പടർന്നിരുന്നു. ഫെബിയെ കണ്ടത് അവളുടെ നിയന്ത്രണം വിട്ടുപോയി. ഇറുകെ കെട്ടിപ്പിടിച്ച് അവനെ നെഞ്ചിലേക്ക് വീണ് അവൾ തേങ്ങി കരഞ്ഞു. ഉമ്മേനെ വഴക്ക് പറഞ്ഞു ഫെബിക്ക. കരയുന്നതോടൊപ്പം അവൾ പരിഭവം പറഞ്ഞു. ഉമ്മയോ? എന്തിന്? വൈകി ഉണർന്നതിന്. പറയുന്നതോടൊപ്പം അവളുടെ കരച്ചിലിന്റെ ശക്തിയും കൂടി. ഒരു നിമിഷം ചിന്തിച്ചതിന് ശേഷം ഇപ്പൊ വരാമെന്നും പറഞ്ഞ് ശരീരത്തിൽ നിന്ന് അവൾ അടർത്തി മാറ്റി അവൻ റൂമിന് വെളിയിലേക്ക് ഇറങ്ങി. നന്നായി മാമി പറഞ്ഞത് നന്നായി. പുറകിൽ നിന്ന് സോനയുടെ ശബ്ദമുയർന്നു. അവർ തിരിഞ്ഞു നോക്കി. എന്താടി? അല്ല ആദ്യം വഴക്ക് പറഞ്ഞതേ അത് നന്നായിന്ന് പറയായിരുന്നു. അവൾക്കിന്ന് കുറച്ച് നേരത്തെ എഴുന്നിട്ട് അടുക്കളയിൽ വന്ന് ഉമ്മയും മാമിയൊക്കെ ഒന്ന് സഹായിച്ച. അല്ലെങ്കിലും ഫെബിക്കാനോ പറഞ്ഞാൽ മതി എല്ലാത്തിനും. ഇക്ക വളം വെച്ച് കൊടുത്തിട്ടാ അവളിങ്ങനെ തോന്നിയ പോലെ ഓരോന്ന് ചെയ്യുന്നു. സോന ഇഷ്ടക്കേടോടെ മുഖം ചുളിച്ചു. ആണോ? എന്നിട്ട് പൊന്നുമോൾ ഇന്നെപ്പോഴേ എണീറ്റ് വന്ന്? അവൾക്ക് ബാധകമായ നിയമങ്ങളൊക്കെ നിനക്കിവിടെ ബാധക കേട്ടോടി. ഉമ്മ അല്പം ഗൗരവം അടിച്ചു. സോനയുടെ മുഖം മങ്ങി. ഉള്ളിന്റെ ഉള്ളിൽ അവൾക്ക് മാമിയോട് അമർഷം തോന്നി. അവരിന്നലെ പുറത്തായിരുന്നു. പുള്ളിന്റെ ശബ്ദം കേട്ട് നോക്കിയപ്പോൾ രണ്ടും കൂടി പോകുന്നുണ്ട്. ഒരർക്കത്തിന് ശേഷം ഞാൻ എഴുന്നേറ്റ് പുറത്തേക്ക് നോക്കിയപ്പോഴും വണ്ടി അവിടെ കണ്ടില്ല. തിരിച്ചെത്തിയിട്ടില്ലെന്ന് മനസ്സിലായി. അപ്പൊ തന്നെ സമയം ഒരുപാട് വൈകിയിരുന്നു. പിന്നെ എപ്പോഴാ വന്ന് കിടന്നോന്നറിയില്ല. ഉറങ്ങാൻ വൈകിട്ടാ അവൾ എഴുന്നേൽക്കാനും വൈകിയത്. അല്ലാതെ നിന്നെ പോലെ മടിച്ചായിട്ടല്ല. അത് ശരി, അപ്പൊ എല്ലാം അറിയാം.
എന്നിട്ട് കരയിപ്പിക്കാൻ വേണ്ടി മാത്രം മനഃപൂർവ്വം വഴക്ക് പറയായിരുന്നല്ലേ? ഫെബിയുടെ ശബ്ദം കേട്ട് ഉമ്മയും സോനിയ ആ ഭാഗത്തേക്ക് തലയിരിച്ചു. ദേഷ്യത്തോടെയും അതിലുപരി പരിഭവത്തോടെയും ഭാര്യയ്ക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ അവന്റെ മുഖം ചുവന്നു വരുന്നുണ്ടായിരുന്നു. അവന്റെ കാര്യമോർത്ത് ഉമ്മക്ക് ചിരി വന്നു. ചുണ്ടുകൾ കൂട്ടിയടച്ച് അവർ ചിരിയൊതുക്കി. നിങ്ങളോടാ ഞാൻ ചോദിച്ചത്. അവളത് അവിടെ ഇരുന്ന് കരയുന്നു. എങ്ങനെയാന്ന് വെച്ചാൽ സമാധാനിപ്പിക്കുക. ഒന്ന് പാടാ അവിടുന്ന്. അവിടെ എന്ത് വേണമെന്നൊക്കെ എനിക്കറിയാം. നീയാ പൊട്ടം. വഴിയിൽ നിന്ന് മാറിയങ്ങോട്ട്. അടുക്കള വാതിക്കൽ വിലങ്കായി നിൽക്കുന്ന അവനെ പിടിച്ച് പുറകോട്ട് തള്ളി ഉമ്മയും പുറത്തേക്ക് ഇറങ്ങി. ആ ഒരു പോയ വഴിയെ നോക്കി ഫെബി കൈമലർത്തി. നിന്റെ മാമി എന്നാടി ഇങ്ങനെ? ഈർഷ്യയോടെ സോനയെ നോക്കി ചോദിച്ചവൻ. ആ ഒഴുക്കൻ മണ്ടിൽ മറുപടി പറഞ്ഞവൾ തന്റെ ജോലിയിലേക്ക് ശ്രദ്ധ തിരിച്ചു. ഉമ്മയുടെ മുറിയിലേക്ക് കയറി ചെല്ലുമ്പോൾ ജനൽ വഴി പുറത്തേക്ക് കണ്ണു നട്ടിരിക്കുകയായിരുന്നു ആദി. ആളുടെ വീർപ്പിച്ച് കിട്ടിയ കവളിൽ നേരത്തെ ഒലിച്ചിറങ്ങിയ കണ്ണുനീർത്തുള്ളിയുടെ അവശേഷിപ്പിരിപ്പുണ്ട്. ആ ഇരിപ്പ് കാണാൻ ആർക്ക് ചിരി വന്നെങ്കിലും കരഞ്ഞേണ്ടപ്പോൾ വിഷമവും തോന്നി. ചുമ്മാ ഒന്ന് പേടിപ്പിക്കാൻ പറഞ്ഞാണ് നേരത്തെ. അപ്പോഴേക്കും പെണ്ണ് നിലവിളിച്ചുകൊണ്ട് ഓടുമെന്ന് അവരും പ്രതീക്ഷിച്ചില്ല. ഉമ്മപതി അവൾക്കരികിൽ ചെന്നിരുന്നു. അടുത്ത ആരുടെയോ സാമീപ്യം അറിഞ്ഞ അവൾ മെല്ലെ തലയിരിച്ച് നോക്കി. ഉമ്മയാണെന്ന് കണ്ടതും ആ മുഖം ഒന്നുകൂടി വീർത്തു വന്നു. തല വെട്ടിച്ചുകൊണ്ട് അവൾ പെട്ടെന്ന് ഓട്ടം മാറ്റി. നീ ഇത്രയേ ഉള്ളൂ എന്ന് ഞാൻ അറിഞ്ഞു. ഒന്ന് ഞെട്ടിക്കാൻ നോക്കിയതാ, അല്ലാതെ പോരെടുത്തൊന്നല്ല. മയത്തിൽ പറഞ്ഞുകൊണ്ട് അവർ ആ മുഖത്തേക്ക് തന്നെ നോക്കി. അത് കേട്ട ഭാവം പോലും നടിക്കാതെ അവൾ അതേ ഇരിപ്പ് തുടർന്നു. ചായ വേണ്ടേ മോൾക്ക്? ഒന്നും കഴിച്ചില്ലാലോ? വേണ്ട. കനത്തിലായിരുന്നു മറുപടി. അപ്പവും ബീഫറിയും പൊരിച്ച ചിക്കനും വേണ്ടല്ലോ? വീണ്ടും ചോദിച്ചുകൊണ്ട് അവളെ തന്നെ നോക്കി. ഈ പ്രാവശ്യം മിണ്ടുന്നില്ല. നല്ല വിശപ്പുണ്ടാവും. കൂടെ ചിക്കൻ പൊരിച്ചെന്നുകൂടി കേൾക്കുമ്പോൾ. അല്ലെങ്കിലും ചിക്കൻ എന്ന് കേട്ടാൽ ഇളകാത്ത തപസ്സൊന്നും അവൾക്കില്ലെന്ന് ഉമ്മാക്കറിയാം. അത് മനസ്സിലിട്ട് തന്നെയാണ് മുകളിലേക്ക് കയറി വന്നത്. ആ എന്നാ പിന്നെ നിനക്ക് മാറ്റിവെച്ചും കൂടെ ഞാനെന്റെ റെയ്ഹാൻ എടുത്ത് കൊടുക്കട്ടെ. ഉമ്മ അവസാന തന്ത്രം പ്രയോഗിച്ചു. അത് കേട്ടത് ആദിയുടെ കണ്ണുകൾ വികസിച്ചു വന്നു. ആ കോഴി പൊരിച്ചതിന്റെ പാത്രം കാനും റെയ്ഹാന്റെ കൈ കിട്ടിയുള്ള അവസ്ഥ അവൾക്ക് ഓർക്കാൻ പോലും വയ്യ. എനിക്ക് നല്ല വിശപ്പുണ്ട്. ഒറ്റ സെക്കൻഡ് വേസ്റ്റ് ആക്കാതെ മിസൈൽ പോലെ അവൾ എഴുന്നേറ്റ് പുറത്തേക്ക് ഓടി. അത് കണ്ടത് അടക്കി പിടിച്ച ചിരിയെല്ലാം കൂടി ഉമ്മയിൽ കെട്ടഴിഞ്ഞു. നേരത്തെ കയറിപ്പോയതിന്റെ ഡബിൾ സ്പീഡിൽ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നവളെ കണ്ട് ഫെബി വായും പൊളിച്ച് നിന്നു. ഒരു നോട്ടം കൊണ്ട് പോലും മൈൻഡാക്കാതെ അവൾ മറികടന്നു പോയതും തൊട്ടുപുറകിലായി ഇറങ്ങി വരുന്ന ഉമ്മയിലേക്കായി അവന്റെ ശ്രദ്ധ. എന്തോ വലുത് ചെയ്ത് വിജയിച്ചു വരുന്ന പോലെ അവനെ നോക്കിയൊന്ന് പുച്ഛിച്ചു വിട്ട് അവരും കിച്ചൺ ലക്ഷ്യം വെച്ച് നടന്നു. ഫെബിയുമെല്ലാം അവരെ പിന്തുടർന്നു. അടുക്കളയിലേക്ക് കാലെടുത്ത് വെച്ചു ഉമ്മാക്ക് ചിരി. ഒരു കൂസലുമില്ല സ്ലാബിൽ കയറിയിരുന്ന് വെട്ടിവഴിയുന്ന ആദ്യം കണ്ട് ഇവള് തന്നെയായിരുന്നു കുറച്ചു മുന്നേ മുറിയിൽ നിന്ന് മോങ്ങിയെന്നായി ഫെബിയുടെ സംശയം. ഇതിപ്പോ എന്റെ ഭാഗത്തുനിന്ന് വല്ലതും സംഭവിച്ചു പോയതാണെങ്കിൽ ഈ ജന്മത്ത് കരച്ചിലിരുത്തി അവൾ കട്ടിലും താഴേക്ക് ഇറങ്ങോ? ഉമ്മ ഇത് എന്ത് മറിമായം ചെയ്തു? അവൻ ചിന്തിക്കാതിരുന്നില്ല. ആദിയുടെ ഇൻസ്റ്റാ പേജിലൂടെ കണ്ടുപിടിക്കുമ്പോൾ അയാളുടെ ഉള്ളിൽ ദേഷ്യവും വേദനയും ഒരുപോലെ തിളച്ചു മറിഞ്ഞു. കഴിഞ്ഞ രാത്രിയിൽ ഫെബിയോടൊപ്പമുള്ള അവളുടെ പ്രണയ നിമിഷങ്ങൾ ക്യാമറയിൽ പകർത്തിയത് ഓരോന്നും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതവന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ഹൃദയം കൊണ്ട് മോഹിച്ചതാ ഞാൻ നിന്നെ. നേടിയെടുക്കുക തന്നെ ചെയ്യും. അതിനി എന്ത് വില കൊടുക്കേണ്ടി വന്നാലും ആരുടെയൊക്കെ ജീവൻ എടുക്കേണ്ടി വന്നാലും ശരി, ഓരോ സെക്കൻഡും നിന്നിലേക്ക് അടുക്കാനുള്ള ശ്രമം ഞാൻ തുടങ്ങിക്കഴിഞ്ഞു. എന്തിനാണ് വിളിച്ചു വരുത്തിയത്? ചുമ്മാ. എന്തിനാ കാണണമെന്ന് പറഞ്ഞ്? വെറുതെ ഒന്ന് കാണാൻ തോന്നിയിട്ട്. കണ്ടല്ലോ, ഇനി ഞാൻ പൊക്കോട്ടെ. ഏയ് വേണ്ട. നിനക്കെന്താ ഭ്രാന്താണ് ആഷി ഈ പൊരി ഉയരത്തി ബീച്ചിൽ വന്നിരിക്കാൻ? ചുറ്റും നോക്കിയേ, ഒരു ഈച്ച പോലും ഇല്ല. വല്ലവരും ഉണ്ടെങ്കിലും നമുക്കിവിടെ വന്നിരിക്കാൻ പറ്റൂ? ആഷിയുടെ ചോദ്യം കേട്ട് റിൻഷയ്ക്ക് അടിമുടി പറഞ്ഞു കയറി. അരമണിക്കൂർ കഴിഞ്ഞ് ഇരിപ്പ് തുടങ്ങിയിട്ട് വന്ന മുതൽ തലയും കുമ്പിട്ടാൻ ഫോണിലാണ്. അങ്ങോട്ട് ചോദിക്കുന്നതിന് ഇങ്ങനെ വല്ല മറുപടിയും പറയുന്നുണ്ടെന്നല്ലാതെ കമാന്നൊരക്ഷരം മിണ്ടിയിട്ടില്ല ഇതുവരെ. കുറച്ചു സമയം അങ്ങനെ നോക്കിയിരുന്നിട്ടും ഒരു മൈൻഡും തരുന്നില്ലെന്നറിഞ്ഞവൾ ദേഷ്യമൂത്ത് എഴുന്നേറ്റ് പോകാനൊരുങ്ങി. പൊടുന്നതിനെ ആഷി അവളുടെ കയ്യിൽ പിടിച്ച് ഒറ്റവലിക്ക് തന്നെ മടിയിലേക്ക് ഇട്ടു. ഹൃദയതാളം വരെ കേൾക്കാവുന്ന അത്രയും അടുത്ത് ഇരുവരുടെയും ശരീരം ചേർന്നു. കണ്ണുകൾ തമ്മിൽ ഉടക്കി. അവന്റെ തീവ്ര നോട്ടം താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നെങ്കിലും എന്തോ തന്നെ മിഴികളെ പിൻവലിക്കാൻ അവൾക്ക് സാധിച്ചില്ല. വീശിയടിക്കുന്ന കാറ്റിൽ അവളുടെ ഷോള് വാനിലേക്ക് പറന്നുയർന്നു. മുടിയിഴകൾ പറന്നിയെന്ന് അവന്റെ കവിളിനെ തലോടി. ഹെയർ ഷാംപൂവിന്റെ നണുത്ത മണം അവന്റെ നാസികയിലേക്ക് ഇഴഞ്ഞെത്തി. മിഴികൾ അടച്ചു പിടിച്ചുകൊണ്ട് ഒരു നിമിഷം അവനത് ആസ്വദിച്ചു. പതിയെ കണ്ണുകൾ തുറക്കുമ്പോൾ അതിലേറെ പ്രണയത്തോടെ റിൻഷ അവന്റെ മുഖത്തെ ഭാവങ്ങൾ ഓരോന്ന് ഒപ്പിയെടുക്കുകയായിരുന്നു. നിനക്കെന്നോട് ഇഷ്ടമുണ്ടോ? ഐ മീൻ ലവ്? അവനെ ചോദിച്ചപ്പോൾ ആ കുറ്റിത്താടിൽ അമർത്തിയൊന്ന് ചുംബിക്കാൻ മോഹിച്ചു പോയി അവൾ. എങ്കിലും ആഗ്രഹം മറച്ചു പിടിച്ചുകൊണ്ടില്ലെന്ന് തലയാട്ടി കാണിച്ചു. അതുവരെ ശാന്തമായിരുന്ന ആഷിയുടെ മുഖത്തേക്ക് പെട്ടെന്ന് ദേഷ്യം ഇരച്ചെത്തി. നിന്റെ മനസ്സിൽ പിന്നെ ഏതവനാടി? ഇപ്പോഴും സാറാണോ? അങ്ങേരുടെ കെട്ടുകഴിഞ്ഞത് ഓർമ്മയില്ല നിനക്ക്? അതും ചൂടലക്ഷ്യായ എന്റെ പെങ്ങള്. നിന്റെ ഉള്ളിലിരിപ്പ് അങ്ങനെ അവൾ അറിഞ്ഞാലുണ്ടല്ലോ, രക്തൂറ്റി കുടിച്ച് കൊന്നുകളയും നിന്നെ. സ്ട്രോ ഇട്ട് കുടിക്കും. ദേഷ്യത്തോടെ അവനവളെ നോക്കി പറഞ്ഞു. ഓ, നിന്റെ സാറ് മാത്രമേ ഈ ലോകത്ത് ആണായിട്ടുള്ളൂ. ഇതാവുന്നില്ല, വേറെയാ ഒരു ചുള്ളൻ.
പറഞ്ഞുകൊണ്ട് അവൾ അവനെ നോക്കി സൈറ്റ് അടിച്ച് കാണിച്ചു. ദേഷ്യത്തെക്കാൾ കൂടുതൽ ആഷിയുടെ ഉള്ളിലെവിടെയോ ഒരു കൊളുത്തി പോലെ അനുഭവപ്പെട്ടു. ഒറ്റത്തള്ളിന് മടിയിൽ നിന്ന് അവൻ അവളെ നിലത്തെത്തിച്ചു. പോടി അവിടുന്ന്. അവളെ നോക്കി നീരസത്തോടെ പറഞ്ഞ് അവൻ എഴുന്നേറ്റ് മുന്നോട്ട് കടന്നു. റിൻഷയെ അവന് പുറകെ ഓടി. ഞാൻ കാര്യം പറഞ്ഞല്ലേ, അതിന് നീ എന്തിനു ഈ കലിപ്പാവുന്നു? പോടി, പോയി വല്ല ബസ്സിലും കയറും. എന്റെ കൂടെ വരാന്ന് വിചാരിക്കണ്ട. നാ ദുഷ്ട, എന്നെങ്ങനെ ഇവിടെ തനിച്ചാക്കി പോയാലുണ്ടല്ലോ കടയിൽ മുക്കി കൊല്ലും ഞാൻ. പറഞ്ഞില്ലാന്ന് വേണ്ട. ഓ നാശം പിടിക്കാൻ വന്ന് കയറുന്നുണ്ടോ? അപ്പോഴേക്കും വണ്ടിയിലേക്ക് കയറിയുന്നവൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അവന്റെ ഷോർട്ടിൽ പിടിച്ച് അവളും കയറിയിരുന്നു. തൂക്കൽ കിട്ടിയ ആ മുഖം മിററിലൂടെ കണ്ടതും അവൾക്ക് ചിരി വന്നു. വാ. പിന്നെ ഒരു പറക്കലായിരുന്നു. റിൻഷയോടുള്ള ദേഷ്യം മുഴുവൻ അവൻ ആ വണ്ടിയിൽ മുരണ്ടി തീർത്തു. മിനിറ്റുകൾക്ക് ശേഷം ബുള്ളറ്റ് അവളുടെ ഹോം ടൗണിൽ വന്ന് നിന്നു. അതിൽ നിന്ന് ഇറങ്ങിയവൾ അവന്റെ മുന്നിലേക്കായി നീങ്ങി നിന്നു. പോട്ടെ പറയുമ്പോൾ പ്രണയം തുളുമ്പിന്നിരുന്നു അവളുടെ മിഴികളിൽ. അത്രമാത്രം തന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. ആ നോട്ട് അത് വിളിച്ച് പറയുന്നുണ്ട്. എന്നിട്ടും സമ്മതിച്ചു തരുന്നില്ല തെണ്ടി. ആഷിയുടെ മനസ്സ് മുഴിഞ്ഞു. ഞാൻ പോട്ടേന്ന്. വേഗം വിട്ടോ, മനുഷ്യന്റെ സമയം ഒരുക്കെടുത്തനായിട്ട്. ആളൊന്ന് ഇരുത്തി നോക്കിക്കൊണ്ട് അവനും പറഞ്ഞു. ഒന്നും മിണ്ടിയില്ല. റിൻഷ നടന്നു തുടങ്ങി. ചുവടുകൾ കുറച്ചധികം മുമ്പോട്ട് വെച്ചു. പെട്ടെന്ന് വന്നൊരു തോന്നലിൽ വെറുതെ അവളൊന്ന് തിരിഞ്ഞു നോക്കി. തന്നിലേക്ക് ദൃഷ്ടിയും മൂന്നി അവിടെ തന്നെ നിൽക്കുന്ന ആഷിയെ കണ്ട് അവളുടെ ചെഞ്ചുണ്ടിലേക്ക് ഒരു മനോഹരമായ പുഞ്ചിരി എത്തി. നീ കരുതിയിരുന്ന മോളെ, മനഃപൂർവ്വം എന്നിട്ട് വട്ടുകളിപ്പിക്കുന്ന നിനക്ക് പണി പുറകെ വരുന്നുണ്ട്, സ്വയം പറഞ്ഞുകൊണ്ട് അവൻ വണ്ടിയും എടുത്ത് യാത്ര തിരിച്ചു. വീട്ടുമുറ്റത്ത് കാറ് നിർത്തിയതും ഫെബി തന്റെ മിഴികൾ ഇറുക്കി അടച്ചു. കൈനെറ്റിയിലേക്ക് ചേർത്ത് വെച്ചൊന്ന് തടവി. തല പൊട്ടിപ്പൊളിയുന്ന കണക്കിന് വേദന സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവന്. രാവിലെ മുതൽ കുട്ടികളോട് വായിട്ടലക്കിയാണ്. ഇപ്പൊ കുറേയായി ഇത് ശീലമില്ലല്ലോ, അതിൻ്റെയാ. കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ആരെയോ പ്രതീക്ഷിച്ചെന്ന പോൽ മിഴികൾ ചുറ്റിലും പാഞ്ഞു. ഒമ്പറം ശൂന്യമായിരുന്നു. അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച സോഫയിൽ റെയ്ഹാനോട് ചേർന്നിരിക്കുന്ന ആദിയാണ്. ഫോണിലേക്ക് നോക്കി രണ്ടുപേരും കൂടെ എന്തൊക്കെയോ പറഞ്ഞുറക്കെ ചിരിക്കുന്നുണ്ട്. ഫെബി കുറച്ചേരം അവരെ തന്നെ നോക്കി നിന്നു. ഇടയ്ക്ക് കണ്ണും തെറ്റിച്ചപ്പോൾ അല്പം മാറി കാലിൽ നിൽക്കുന്നു. മുഖം ചുവന്ന് മുറുകി ദേഷ്യം പ്രകടമായി കാണാൻ അവനിൽ. ഫെബിയെ ഒന്ന് തുറക്കൽ നോക്കി പെട്ടെന്ന് അകത്തേക്ക് കയറിപ്പോയി അവൻ. ആദി. ഖാലിദ് പോയതും ശബ്ദം താഴ്ത്തി അവൻ അവളെ വിളിച്ചു. പ്രതീക്ഷിക്കാതെ തൊട്ടടുത്ത ആ ശബ്ദം കേട്ടതും ഒരു പിടച്ചിലൂടെ അവൾ മിഴികൾ ഉയർത്തി നോക്കി. വന്നോ? ആദിയുടെ മുഖത്ത് പ്രത്യേക സന്തോഷം. നീയെപ്പോന്നു? എത്തിയതേ ഉള്ളൂ. നെറ്റിൽ അമർത്തി കൈവച്ചാണ് അവൻ റെയ്ഹാൻ മറുപടി കൊടുത്ത്. തലവേദനിക്കുന്നുണ്ടോ ചോദിച്ചുകൊണ്ട് അവൾ എഴുന്നേറ്റ് അവനരിയിലേക്ക് ചെന്നു. നീ ഒരു കട്ടനിട്ട് വാ. ഇപ്പൊ തരാം. ഡാ ബാക്കി പിന്നെ നോക്കാം. കിച്ചണിലേക്ക് നടക്കുമ്പോൾ ആൾ റെയ്ഹാനോടെ വിളിച്ചു പറഞ്ഞു. ഓക്കെടി. ഫോൺ ഓഫ് ചെയ്ത് അവൻ മാറ്റിവെച്ചു. നെറ്റിലേക്ക് ചേർത്ത് കൈയെടുത്ത് മാറ്റാതെ തന്നെ ഫെബി മുകളിലേക്ക് കയറി തുടങ്ങി. ടീമായി പുറകെ ആദ്യം. ഷിയാബിന്റെ കാർ മുറ്റത്ത് വന്ന് നിർത്തിയതും ഉമ്മ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. ഞാൻ പറഞ്ഞില്ലേ ഉമ്മ ലേറ്റ് ആവുന്നു, പിന്നെ നിന്നെ ഈ തണുപ്പത്ത് ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്നത്, എത്തിയാൽ ഞാനങ്ങ് വിളിച്ചോളില്ലേ. ഡോർ തുറന്ന് ഇറങ്ങി വരുന്ന വഴിക്ക് അവൻ ഉമ്മയോടായി പറഞ്ഞു. നീ വരാതെ അങ്ങനെ കിടന്നാലൊന്നും ഉറക്കം വരില്ല എനിക്ക്. പോരാത്തിന് ഭക്ഷണം എടുത്തു വെക്കണ്ടേ? വേണ്ട, കഴിച്ചിട്ടാ വരുന്നത്. ആളോടെ ഛർദ്ദിച്ചിരുന്നു. ഇന്ന് വല്ലതും കഴിച്ചിരുന്നോ? അകത്തേക്ക് നടക്കുന്നില്ല. അവനെ ഓരോ കാര്യങ്ങളും പ്രത്യേകമായി എടുത്തു ചോദിച്ചു. അങ്ങനെ പറയാൻ മാത്രമായിട്ടൊന്നും കഴിച്ചിട്ടില്ല. ഒന്നും വായിൽ വെക്കാൻ പറ്റുന്നില്ല. അതിന് നല്ല ക്ഷീണമുണ്ട്. ഉമ്മ കിടന്നു, ഞാൻ ചെന്ന് നോക്കട്ടെ. ആ ആവശ്യമൊന്നുമില്ല അല്ലേ? സ്റ്റെയർ കയറുന്നതിന് മുമ്പ് ഒരു തവണ കൂടി അവൻ ഉമ്മാക്ക് നേരെ തിരിഞ്ഞു. വന്നേടാ, അവൻ കഴിച്ച് കിടന്നു. ഇനി നീ ചെന്നൊന്ന് റെസ്റ്റ് എടുക്ക്. ശരിയമ്മ. ആ ഒരു റൂമുകളിലേക്കായി പിരിഞ്ഞു. ഷിയാബ് കയറി ചെല്ലുമ്പോൾ കട്ടിലിനൊരു വശത്തേക്ക് തിരിഞ്ഞു കിടന്ന് ചെറിയ മയക്കത്തിലായിരുന്നു ഷിഫ. അവളെ നോക്കിക്കൊണ്ട് അവൻ ഹാൻഡ് ബാഗും മറ്റും ടേബിളിലേക്ക് വെച്ചു. ടൈ ലൂസാക്കി ഷർട്ടിന്റെ ബട്ടനുകൾ ഓരോന്നായി അഴിച്ചുകൊണ്ട് മെല്ലെ അവൾക്കരിയിലേക്ക് നടന്നു. ബെഡിൽ അവളോളം ചേർന്നിരുന്നു. ആ മുഖത്തേക്കൊന്ന് പാളി നോക്കി. ക്ഷീണം കാരണം നല്ല ഉറക്കത്തിലാണ്. രാവിലെ പോയിട്ട് 2-3 മെസ്സേജുകൾക്ക് മറുപടി കൊടുത്തല്ലാതെ ഇതുവരെ അവളൊന്ന് വിളിച്ചുകൂടെ നോക്കാൻ സമയം കിട്ടിയില്ലായിരുന്നു. ആ കിടപ്പ് കണ്ട് വല്ലാതെ സാതാപം തോന്നിപ്പോയി അവന്. പതിയെ അവളുടെ മുടിയിഴകളിലൂടെ ഒന്ന് തലോടി വിട്ടു. ഉറക്കത്തിലും ആ സാമീപ്യം അറിഞ്ഞവൾ മെല്ലെ മിഴികൾ തുറന്നു. ഷിയാബ്ക്കാന്ന് വിളിച്ച് എഴുന്നേൽക്കാൻ മുതിർന്നു. അവനവൾ അവിടെ തന്നെ പിടിച്ചു കിടത്തി. ശേഷം അവളുടെ കവിളിലേക്ക് ചുണ്ടുകൾ ചേർത്തൊന്ന് മുത്തി. വസ്ത്രം പോലും മാറാതെ പോയത് തൊട്ടുള്ള അവിടുത്തെ ഓരോ വിശേഷങ്ങളും ചോദിച്ചറിഞ്ഞു. സ്ക്രീനിൽ തെളിഞ്ഞു വരുന്ന പേരിലേക്ക് ഒരു നേർത്ത പുഞ്ചിരിയോടെ ഇങ്ങനെ നോക്കിക്കിടക്കുകയാണ് ആഷി. ഇതിപ്പോ ആദ്യത്തെ പ്രാവശ്യമല്ല, ഒരുപാട് തവണ അവൾ മാറി മാറി വിളിക്കുന്നു. പതിവിന് വിപരീതമായി ഇന്ന് റിൻഷയോട് മിണ്ടാൻ പോയില്ല. അത് അവളിൽ വല്ലാത്തൊരു അസ്വസ്ഥത തന്നെ സൃഷ്ടിച്ചിരുന്നു. എങ്കിലും ആഷിയെ വിളിച്ച് സംസാരിക്കാൻ അവളുടെ മനസ്സും അനുവദിച്ചില്ല. പക്ഷെ രാത്രി വൈകിട്ട് അവന്റെ മെസ്സേജ് പോലും എത്താത്തത് അവൾക്ക് വല്ലാത്ത വേദന തോന്നി. അങ്ങനെ തിരിച്ചു വിളിക്കുകയാണിപ്പോൾ. പലതവണ വിളിച്ചിട്ട് അറ്റൻഡ് ചെയ്യാതെ സ്ക്രീനിലേക്ക് നോക്കി ആസ്വദിച്ച് കിടക്കുകയാണ് ആഷി. മനസ്സിൽ തന്നെയുള്ള ഇഷ്ടം മറച്ചു വെച്ച് അഭിനയിക്കുകയല്ലേ അവള്. ഒരു ചെറിയ മണി തിരിച്ചു കൊടുക്കാന്ന് അവന് വിചാരിച്ചു. പട്ടി അത്രയും പ്രാവശ്യം വിളിച്ചിട്ട് എടുക്കാതിൽ കരിപൂണ്ടവൾ അവന് ടൈപ്പ് ചെയ്ത് വിട്ടു. അവൻ ഓൺലൈനിൽ കാണുന്നതുകൊണ്ട് മനഃപൂർവ്വം കോൾ അറ്റൻഡ് ചെയ്യാത്താണെന്ന് അവൾക്കും അറിയാമായിരുന്നു. റിൻഷയ്ക്ക് ദേഷ്യം വന്നെന്ന് മനസ്സിലായതും അവന്റെ ചുണ്ടിലെ ചിരിക്ക് ഒന്നുകൂടെ തെളിച്ചം വെച്ചു.
അവളുടെ DP പിക്ചറിൽ ടച്ച് ചെയ്ത് അതിലേക്ക് നോക്കി കിടന്നു അവൻ. ദുഷ്ടൻ, എനിക്കറിയാം മനപ്പൂർവ്വം എന്റെ കോൾ എടുക്കാത്തതാണ്. ഇനി റിൻഷാദും വിളിച്ച് വരട്ടെ, അപ്പൊ പറഞ്ഞു കൊടുക്കാം. പിറുപിറുത്തുകൊണ്ട് അവൾ ഫോൺ ഓഫ് ചെയ്ത് ബെഡിലേക്ക് എറിഞ്ഞു. ശേഷം പുതപ്പ് തലവഴി മൂടി കണ്ണുകൾ ഇറുക്കി അടച്ചു. അപ്പോഴും മനസ്സിൽ തെളിഞ്ഞെന്ന് അവന്റെ മുഖം മാത്രമായിരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.